അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും എല്ലാവർക്കും അറിയാലോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്റെ 7 ദിവസത്തെ ഡയറ്റ് ഡിന്നർ റെസിപ്പീസ് ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ വൈകുന്നേരം കഴിച്ചിരുന്ന ഫുഡ് ഏതൊക്കെയാന്നുള്ളതിലത്തെ ഒരു 7 റെസിപ്പീസ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതില് 4ാമത്തെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ഒരാഴ്ച ഇടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്തു തുടങ്ങിയ കാര്യമാണ്. പക്ഷെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം കൊണ്ട് പിന്നെ പിള്ളേരുടെ അതൊക്കെ കാരണം കൊണ്ട് എനിക്കത് അങ്ങോട്ട് അടുപ്പിച്ചിടാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താന്ന് കണ്ടാലോ. ഞാൻ കാണിക്കുന്ന റെസിപ്പീസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി തീരാവുന്നതും അപ്പൊ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ റെസിപ്പീസ്. ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു നേരെങ്കിലും ഓട്സ് കഴിക്കുന്നുണ്ടാവും മിക്ക ആൾക്കാരും അല്ലെ. അപ്പൊ ഓട്സ് വെച്ചിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പൊ പരമാവധി ഓട്സ് വെച്ചിട്ടുള്ള റെസിപ്പീസ് തന്നെ കാണിക്കാനും ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഓട്സ് ഉപ്പുമാവാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കണ്ടാലോ. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. എന്താ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഓട്സ്. അപ്പൊ ഞാൻ റോൾഡ് ഓട്സ് ആണ് എടുത്തത്. ഞാൻ റോൾഡ് ഓട്സ് ആണ് കഴിക്കാറ്. ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇൻസ്റ്റന്റ് ഓട്സ് ആണ് ഉപയോഗിച്ചത്. അതാണല്ലോ കുറച്ചും കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബ്രേക്ക്ഫാസ്റ്റില് പാലിൽ കുറുക്കി കഴിക്കുമ്പോൾ കുക്ക് ചെയ്തിരുന്നില്ല, ജസ്റ്റ് ചൂടുള്ള പാലിൽ ഇട്ടിട്ട് കഴിക്കുക ചെയ്തിരുന്നത്. പിന്നീടാണ് 1-2 വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അതിൽ പറഞ്ഞത് പരമാവധി റോൾഡ് ഓട്സ് കഴിക്കുക, അത് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത്. അതിനുശേഷം റോൾഡ് ഓട്സ് ആണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പൊ ഇത് റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇൻസ്റ്റന്റ് ഓട്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല തോന്നുന്നു, പക്ഷെ റോൾഡ് ഓട്സ് നല്ലത് എന്ന് കേട്ടാൽ പിന്നെ ഞാൻ റോൾഡ് ഓട്സ് ആണ് കഴിച്ചിരുന്നത് കേട്ടോ. അപ്പൊ റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു എനിക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ് ഉണ്ടാക്കണം. അപ്പൊ ഇതിലൊരു അരക്കപ്പ് ഓട്സ് ഞാൻ എടുത്തു കേട്ടോ. ഓട്സ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് പിടിക്കോ? വേണ്ട, കയ്യിൽ പിടിച്ച ചൂടാക്കിട്ടെടുക്ക. ഒരു 3-4 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അത്യാവശ്യം ചൂടായിട്ട് കിട്ടും കേട്ടോ. അധികം നേരം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പൊ നമ്മുടെ ഓട്സ് ചൂടായിട്ട് വന്നു കേട്ടോ. ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെ ഇടണമെന്ന് വെച്ചാൽ ക്യാരറ്റ് ഇടാം, ബീൻസ് ഇടാം. ഞാൻ ഓൾറെഡി ഇതിന്റെ കൂടെ സാലഡ് കഴിക്കുന്നതുകൊണ്ട് ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സവോള മാത്രം തന്നെ ഇടണുള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് സവോളയും ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കുഞ്ഞൊരു സവോള ഇത് ഫുൾ എടുക്കും. പിന്നെ ഇഞ്ചി കുഞ്ഞൊരു കഷ്ണം കേട്ടോ വേണ്ട. കുഞ്ഞൊരു കഷ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്ര വേണ്ട കേട്ടോ. ഇഞ്ചി ഇത് ഇത്ര കുറച്ചും ഈ ഒരു സവോള നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ അത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓട്സ് ഇതേ നമ്മൾ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ഇഞ്ചി ഇത്ര കുറച്ച് ഇഞ്ചി മതിട്ട്, വേപ്പില, പിന്നെന്താ സവോള അതെ വളരെ കുറച്ച് കിട്ടാം. ഇത്ര സാധനങ്ങൾ മതി. മെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, വളരെ കുറച്ച് വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കാൻ വേണ്ടിട്ട് കേട്ടോ. കുറച്ച് ഒരു സ്പൂണൊക്കെ മതിയാവും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അവിടെ ഇരിക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരരുത്.
ചൂടാണ്. കുറച്ച് ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എനിക്ക് കടുക് ഇഷ്ടമാണ് കേട്ടോ, ഞാൻ നല്ലോണം ഇടും. പിന്നെ ഇതില് ഓട്സിന്റെ ഉപ്പുമാവില് കടുക് ഇങ്ങനെ കെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കടുക് ഇട്ടിട്ട് ഇരിക്കും. കടുക് പൊട്ടിട്ട് മേത്തിക്ക കൂട്ടാ, നീങ്ങുന്ന വേണമെങ്കിൽ. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് കുറച്ച് ഉഴുന്ന്, വളരെ കുറച്ച് ഉഴുന്നിട്ട്, നിർബന്ധമൊന്നുമില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇടുന്നത്. പിന്നെ മറ്റേ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ് എന്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിതിലൊന്നും അങ്ങനെ കടിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ ഇത്ര തന്നെ ഇടാറുള്ളൂ. ഇനി പൊട്ടി വരുമ്പോ നമുക്ക് കുറച്ച് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ വേപ്പില, നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ വേപ്പില കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കും. ഞാൻ പെട്ടെന്ന് പച്ചമുളകിന്റെ കാര്യം മറന്നുപോയി, കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, കരിയുണ്ടായത്. നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം കടുക് പൊട്ടിച്ചു, കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ കുറച്ചു ഉഴുന്നിട്ട് കൊടുത്തു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, വേപ്പിലിട്ട് കൊടുത്തു, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അത് നന്നായി മൂത്ത് വന്നപ്പോ നമ്മള് അരിഞ്ഞു വെച്ചേക്കണ സവാളയില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴച്ചെടുത്താൽ മതി കേട്ടോ. നന്നായി മൂത്ത് വരുമൊന്നും വേണ്ട, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ സവാളയിലേക്ക്. സവാള വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ഇതില് ഈ അളവിലാണ്, ഇതേ അളവിലാണ് ഓട്സ് ഇട്ടേക്കുന്നത്. അപ്പൊ അതേ അളവിൽ ഒരു കപ്പ്, ഇതിലൊരു കപ്പ്, അരക്കപ്പ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒന്ന് തിളക്കട്ടെ നന്നായിട്ട്. വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണ്ടേ, വെള്ളം കുറവായിട്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തേ. ഞങ്ങൾക്ക് ഓട്സ് ഇട്ട് കൊടുത്തുട്ടാ. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി അങ്ങനെ നമ്മുടെ ഓട്സ് ഏകദേശം വേവാനുള്ള സമയമായിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ശരിക്കും ഇത് കുക്കാവാൻ വേണ്ടുള്ളൂ. അപ്പൊ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പൊ ഇതില് ബാക്കിയുള്ള വെള്ളം കൂടെ വച്ചിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കണം. അപ്പൊ കുറച്ചു നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായി ഒന്ന് വിട്ടുപോരുന്ന രീതിയിലായി കിട്ടും കേട്ടോ. ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്.
വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി ഒന്ന് വിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇതിങ്ങനെ ഇതിന്റെ ഒട്ടലൊന്നും മാറിക്കിട്ടു കേട്ടോ. അപ്പൊ ചൂടോടക്കനെ ഇരിക്കുമ്പോ കുറച്ചും കൂടെ ഒരു ഒട്ടലുണ്ടാവും. ചൂടാറി കഴിഞ്ഞ് അതും കൂടെ ഒന്ന് സെറ്റ് കൂട്ടാം. ക്യാരറ്റ് ബീൻസ് ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്റെ കൂടെ എന്തായാലും സാലഡ് കഴിക്കുന്ന കാരണം വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, അല്ലാത്തവർക്കും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ കമന്റുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ഇടണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.